മലബാർ മേഖലയിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ ഇന്റർസിറ്റി അനുവദിക്കണമെന്ന ആവശ്യം. നിലവിലെ ട്രെയിനുകൾ തമ്മിലുള്ള സമയവ്യത്യാസവും യാത്രക്കാരുടെ തിരക്കും കണക്കിലെടുത്ത് കൂടുതൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് വടകര എം പി ഷാഫി പറമ്പിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടു. ഇന്റർസിറ്റിയുടെ കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണമാണ് ലഭിച്ചതെന്ന് എം പി പറഞ്ഞു. കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ നേത്രാവതിക്ക് ശേഷം 3 മണിക്കൂർ ഇടവിട്ട അടുത്ത ട്രെയിനുള്ളൂവെന്നും ഷാഫി റെയിൽവേ മന്ത്രി അറിയിച്ചു. പരശുവിലെയും പാസഞ്ചറിലെയും തിരക്കിന്റെ സാഹചര്യങ്ങളും വിശദീകരിച്ച ശേഷമാണ് ഈ സമയത്ത് ഒരു ഇന്റർസിറ്റി വേണമെന്ന ആവശ്യം അറിയിച്ചത്. നിലവിലെ ട്രെയിനുകളുടെ ഇടവേളയിൽ ഒരു ഇന്റർസിറ്റി അനുവദിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുവാൻ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട പാലക്കാട്, ഷൊർണൂർ, കോഴിക്കോട് വഴി രാത്രി മംഗലാപുരത്തെത്തി തിരിച്ച് രാവിലെ നേരത്തെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന രീതിയിൽ ഒരു ഇന്റർസിറ്റി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. ഇക്കാര്യത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്നും ബാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി തുടർ ചർച്ചകൾ നടത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കോഴിക്കോട് വഴി പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചു. ക്രിസ്മസ് സീസണിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ നിന്നും ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ക്രിസ്മസ് പുതുവത്സരാവധിക്ക് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ ഇല്ല എന്ന പരാതിക്ക് താൽക്കാല ആശ്വാസമായി സ്പെഷ്യൽ ട്രെയിൻ മുംബൈയിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് പ്രതിവാര സ്പെഷ്യൽ ട്രെയിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്മസിനും ന്യൂ ഇയറിനും നാട്ടിലേക്ക് വരാനും പോകാനും കഴിയുന്ന വിധത്തിൽ ഇരുദിശകളിലേക്കും 4 വീതം സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവധിക്കാലത്ത് നാട്ടിലേക്ക് ടിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന സർവീസാണിത്. മുംബൈ LTTയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്കാണ് പ്രത്യേക പ്രതിവാര ട്രെയിൻ സർവീസുകൾ. കോട്ടയം വഴിയായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക. ഡിസംബർ 19, 26, ജനുവരി 2, 9 തീയതികളിൽ വൈകിട്ട് 4-നായിരിക്കും മുംബൈ LTTയിൽ നിന്ന് ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് പുറപ്പെടുക. കൊച്ചുവേളിയിൽ നിന്ന് ഡിസംബർ 21, 28, ജനുവരി 4, 11 തീയതികളിൽ വൈകിട്ട് 4:20-നാണ് മുംബൈ LTTയിലേക്ക് ട്രെയിൻ പോകുക. അവധിക്കാലത്തെ യാത്രാ തിരക്ക് പരിഹരിക്കാൻ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നതിനിടയിലാണ് മുംബൈയിൽ നിന്നുള്ള സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ സീസണിൽ യാത്രക്കാരുടെ വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് കേരളത്തിലേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി വി സോമണ്ണ എന്നിവരുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഡൽഹി, മുംബൈ, ഹൗറ, ബംഗളൂരു, ഹൈദരാബാദ്, വിശാഖപട്ടണം, ചെന്നൈ, അമൃതസർ, നദേഡ്, ജയ്പൂർ, ജബൽപൂർ, ഭോപ്പാൽ, ലക്നൌ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്ന് കോട്ടയം, മധുരൈ, ചെങ്കോട്ട വഴി കൊല്ലം ജംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം നോർത്തിലേക്കോ സർവീസ് അവസാനിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പെഷ്യൽ ട്രെയിൻ സർവീസ് സംബന്ധിച്ച് വിശദമായ പ്രപ്പോസൽ കഴിഞ്ഞയാഴ്ച നൽകിയിരുന്നു. സ്പെഷ്യൽ ട്രെയിനുകൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇരുവരും ഉറപ്പ് നൽകിയെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. അതിനിടെ ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് കാക്കിനഡ, സെക്കന്ദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കൊല്ലത്തേക്ക് 2 സ്പെഷ്യൽ സർവീസ് കൂടി ഏർപ്പെടുത്തി. കാക്കിനഡ കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ 25 വരെയുള്ള ബുധനാഴ്ചകളിലാണ് സർവീസ്. രാത്രി 11:30 കാക്കിനഡയിൽ നിന്ന് പുറപ്പെട്ട് 2-ാം ദിവസം രാവിലെ 5:30 കൊല്ലത്തെത്തും. തിരിച്ചുള്ള സർവീസ് വെള്ളിയാഴ്ചകളിലാണ്. കൊല്ലത്ത് നിന്ന് രാവിലെ 8:40 പുറപ്പെട്ട് 2-ാം ദിവസം വൈകിട്ട് 4-ന് കാക്കിനഡയിലെത്തും. സെക്കന്ദരാബാദ് കൊല്ലം സ്പെഷ്യൽ സർവീസ് അടുത്ത 2 വ്യാഴാഴ്ചകളിൽ മാത്രമാണ്. രാത്രി 8-ന് സെക്കന്ദരാബാദിൽ നിന്ന് പുറപ്പെട്ട് 2-ാം ദിവസം ഉച്ചയ്ക്ക് 1:30 കൊല്ലത്തെത്തും. തിരിച്ചുള്ള ട്രെയിൻ കൊല്ലത്ത് നിന്ന് രാവിലെ 5-ന് പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി 1:30 സെക്കന്ദരാബാദിലും എത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.